from Stonebench, I think this is our third Malayalam venture. First we started with Attention Please, and then we did a film called Rekha. And then we were looking for something really interesting, and then Karthik who heads Stonebench Studio, he just told that he saw a very interesting film is being made, and then it will be great if we can associate with that film. So, and I think the association happened after that, and I just saw some 15 minutes, 20 minutes of the film footage. I really loved it. It's going to be I think the energy of the film, the idea of the film, and the humor, and all the artists have done really well, and I just liked the 20 minutes, and great job, all the best. And we as a Stonebench Studio, we are really happy to associate with this film, and we are so excited to release the film as soon as possible. And thank you. കഥ കേൾക്കാനാണ് എന്നെ വിളിച്ചത്. ആ സമയത്ത് ഞാൻ പ്രകമ്പനം ഓൾറെഡി കഥ കേട്ട് സൈൻ ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനൊരു സിനിമ ഓൾറെഡി ഇങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്, അപ്പോൾ കാർത്തികേയൻ പറഞ്ഞു കേൾക്കാം. അങ്ങനെ കേട്ട് അപ്പോൾ എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു, കാരണം സ്റ്റോൺബെഞ്ച് ഇതിലൂടെ ചെയ്ത പടങ്ങൾ ഇതൊരു ഫുള്ളി കൊമേഴ്ഷ്യൽ സിനിമയാണ്ട് ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടുക എന്നുള്ളത് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കേട്ടപ്പോൾ തന്നെ അവർ പെട്ടെന്ന് തന്നെ ഇത് കൊളാബറേറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. ആൻഡ് മൈ സ്പെഷ്യൽ താങ്ക്സ് ടു കാർത്തിക് സുബരാജ് സാർ, നമുക്ക് പടത്തോടെ പെരിയ രസികൻ. എന്താ പറയുക, എനിക്കിപ്പോൾ ஞாபகம் வருது, நான் மஞ்சள் ஆடிஷனுக்காக சென்னையில் வந்தேன். அப்போ ராமராஜதுரை விஜய் முத்து நான் உங்கள் படத்தில் பார்த்து தான் அப்புறம் கன்ஃபார்ம் பண்ணுறேன். அப்போது ராமச்சந்திரன் துரை சார் தான், அவங்க தான் என்னை ஃபுல்லாக ஹெல்ப் பண்ணேன். அப்போ அந்த டைமில் தான் கேட்கும் கார்த்திக் சார் இப்படி ஒர்க் பண்ணுறதுக்கு எப்படி எல்லாம் கேட்கும். அப்போ நான் நினைக்கவே இல்லை சார், நான் உங்களை இந்த ப்ரொடக்ஷனில் உங்கள்கிட்ட ஒர்க் பண்ண முடிஞ்சதுக்கு ரொம்ப நன்றி, தேங்க்யூ. പിന്നെ നവരസ പ്രൊഡക്ഷൻസ് ശ്രീധട്ടൻ എൻ്റെ ഒരു എന്താ പറയണ്ടേ, ഞാനൊരു ആഡൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ കാലത്ത് മുകളിൽ സുഹൃത്താണ്. വളരെ അടിപൊളി നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്ഷനായിരുന്നു നവരസ. കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതെ അവരൊന്നും അറിയിക്കാതെ നമ്മളെ ഹാപ്പി ആയിട്ട് കൊണ്ടുവരുന്നു. ആൻഡ് താങ്ക് യു. പിന്നെ നമ്മുടെ സുധീഷ് ചേട്ടനായിട്ട് വർഷങ്ങളായിട്ട് അറിയാം. വിശ്വനാഥം മുതൽ ഒരുപാട് വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴും നമ്മുടെ ജെൻസി വൈവായിട്ട് ഒത്തുപോകാൻ സുധീഷ് പറ്റുന്നുണ്ട്. അപ്പം വളരെയധികം സന്തോഷം. ഇനി പ്രകമ്പനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഒരു സിനിമയാണ്. 2 മണിക്കൂർ അതിൽ കൂടുതലായിട്ട് നമുക്ക് എൻജോയ് ആയിട്ട് കണ്ടു തീർക്കാൻ പറ്റും. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. കാർത്തിക് സാർ சொன்ன மாதிரி நாம பேசக்கூடாது, படம் பேசணும், படம் பேசட்டும். Thank you so much, Ganapathi. Let's have Sagar Surya. എല്ലാവരും പറഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിന്. കാരണം ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ നവരസ പ്രൊഡക്ഷനിലുള്ള പ്രകമ്പനം പടത്തിലാണ് ഭയങ്കര സന്തോഷമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത്. നമുക്ക് എല്ലാ സിനിമകളും അങ്ങനെ കിട്ടണമെന്നില്ല. എല്ലാ ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാ ടെക്നീഷ്യൻസ് ആണെങ്കിലും ഓരോ മിനിറ്റും അത്രയും ഓർമ്മകൾ ആ സിനിമ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ കിട്ടുന്നത് ഞങ്ങൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് കാർത്തിക് സുബ്ബരാജ് സ്റ്റോൺബെഞ്ചൊക്കെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നത്. ചുമ്മാ വെറുതെ ഇൻവോൾവ് ആവില്ലല്ലോ. അപ്പൊ അത് നമുക്ക് തന്ന വലിയൊരു ധൈര്യമാണ് ഈ സിനിമയ്ക്ക്. ഭയങ്കര സന്തോഷം കാർത്തിക് സാർ, എല്ലാവർക്കും, ശ്രീധേട്ടനും സുധീഷ് ചേട്ടനും. ഒരുപാട് പറയാനുണ്ട്, പറഞ്ഞതിന് ഒരുപാട് ലാഗാവും. എന്തായാലും സിനിമ നല്ല രീതിയിൽ നിങ്ങൾ തന്നെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഭയങ്കരമായിട്ട് വിശ്വാസം. നിങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പറയാണ്. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. Thank you so much, Sagar Surya. എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇത് ഫസ്റ്റ് ഇവൻ്റാണ് ഒരു പടത്തിൻ്റെ മോശം പോസിറ്റീവ്സൊക്കെ എന്താണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും വിജയ് ചേട്ടനോട് ആദ്യം ഒരു താങ്ക്സ് പറയണം. കാരണം ഈ പടത്തിൻ്റെ ലീഡായിട്ടുള്ള 3 പേരിൽ ഒരാളായിട്ട് എന്നെ കാസ്റ്റ് പുള്ളിയുടെ ധൈര്യം എന്താണെന്ന് എനിക്കറിയില്ല. കാരണം പുള്ളി എനിക്ക് തന്ന റോള് ഞാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. പുള്ളിയുടെ പിന്നീടുള്ള പെരുമാറ്റത്തിൽ നിന്ന് എനിക്കങ്ങനെ മനസ്സിലായി. ഇങ്ങനൊരു വലിയ പടത്തിൽ ഒരു നല്ലൊരു ഭാഗം പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അത്ര എനിക്ക് വേറെ പറയാൻ കൂടാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. Now let's have our dearest Sheethal. ഞാൻ എന്ത് പറഞ്ഞാലും ബാക്കിൽ എനിക്ക് ട്രോൾ വരും, അതാണ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഇനി ഹൗ ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് ഐ ഫീൽ സോ പ്രൗഡ്. കാർത്തിക് സാറിൻ്റെ കൂടെയും
ശ്രീധരൻ്റെ കൂടെയും എല്ലാവരുടെയും കൂടെ വിജയൻ്റെ കൂടെ എല്ലാം കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ഭയങ്കര ഹാപ്പിയാണ്. ഒരു ബാക്ക് ടു കോളേജ് ലൈഫിലേക്ക് വന്ന പോലത്തെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു. അമീൻ ആയിക്കോട്ടെ, സാഗർ ആയിക്കോട്ടെ, ഗണ ആയിക്കോട്ടെ, എല്ലാവരും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് വേറെ ഒന്നും പറയില്ല. താങ്ക് യു. താങ്ക് യു സോ മച്ച് ശീതൾ. സോ നമ്മൾ കുറെ നേരമായിട്ട് കാത്തിരുന്ന ആ ഒരു മൊമെന്റിലേക്ക് പോവാം. Oh, and I saw more than the motion poster. I saw 20 minutes of the film. So very, very interesting concept idea, and then the way they have executed the film is very, very interesting. So the motion poster doesn't give much about the film's concept, but it's very intriguing. The title also liked it. Thank you so much. So without further delay, we are എന്താണ് പ്രകമ്പനം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ കണ്ടതാണ്, ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രകമ്പനം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നൊരു ഹോസ്റ്റൽ കോളേജ് ക്യാമ്പസിലൊക്കെ നടക്കുന്നൊരു ഹൊറർ കോമഡിയാണ് ഇതിൻ്റെ ജോണർ എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഇതാണ് നമ്മുടെ സിനിമ. എന്തായാലും തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിക്കട്ടെ. നിങ്ങൾക്ക് പ്രകമ്പനമായി മാറട്ടെ. എൻ്റെ പ്രൊഡ്യൂസേഴ്സിന് സാമ്പത്തികമായിട്ട് പ്രകമ്പനമായി മാറട്ടെ. ഈ അവസരത്തിൽ നിനക്ക് ഞാൻ എന്നോട് പറയാനുള്ളത് എന്തെങ്കിലും ചോദിക്കാണെന്ന് ചോദിക്കാം. രേഖ, അറ്റൻഷൻ പ്ലീസ്, അതിലെല്ലാം ഒരു വയലൻസ് இருந்தது சார். அந்த படத்தில் அந்த சப்ஜெக்டில் அப்படி ஒரு வயலன்ஸ் இருந்தது, கண்டென்ட் ஓரியன்டாக இருந்தது. ஆனால் பிரகம்பனத்தோட மொத்த அவுட்லுக்கே ரொம்ப கொமர்ஷியலாக ஃபன்னாக இந்த மாதிரி ஒரு அசோசியேஷன் அது எப்படி இருந்தது? ஐ திங்க் இது அதான் அந்த வயலன்ஸ் தான். இட்ஸ் லைக் அவர் சொன்ன மாதிரி ஒரு ஹாரர் காமெடி, பட் இட்ஸ் லைக் அ வெரி ஃபன் film. So we used to enjoy and we were looking for that kind of films also. It's not that we take only violent and very darker films in the mari. So when we got something like this, we are happy to associate with this film and be a part of this film. അതിൻ്റെ സെലക്ഷൻസ് ആയാലും ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിന് പോസ്റ്റ് ഗണപതി മേലെ ഒരു പ്രഷറുണ്ട്, പ്രഷർ എന്നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇപ്പോൾ പ്രകമ്പനത്തിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ ആണോ പ്രതീക്ഷിക്കാൻ പറ്റുക? ഇപ്പോൾ ആലപ്പുഴ ജിംഖാനയിലെ ഉൾപ്പെടെ എനിക്കറിയില്ല, കൃത്യമായിട്ട് പറയാനറിയില്ല, പക്ഷേ ഇതൊരു ഹൈലി എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ത്രൂ ഔട്ട് ഫൺ ആൻഡ് ലൈക്ക് ഈ പറയുന്ന പോലെ ചെറിയ ഹോറർ എലമെൻറ്റും പരിപാടിയായിട്ട് ഇതിൻ്റെ ഒരു വൺ ലൈൻ ഇപ്പോൾ പറഞ്ഞ പോലെ കാർത്തിക് എന്ന് പറഞ്ഞ പോലെ വൺ ലൈൻ കേട്ടപ്പോൾ തന്നെയാണ് നമ്മളും ഭയങ്കര ഇമ്പ്രസ്ഡ് ആയത് ഈ സിനിമയുടെ. അപ്പോൾ ആ ഒരു എലമെൻറ്റിൽ നിന്നാണ് ഈ പടം തുടങ്ങുന്നതും ഈ പടത്തിൻ്റെ ഫുൾ ഔട്ട് ആൻഡ് ഫൺ വരുന്ന പരിപാടിയും. അപ്പം കുറെ കാലത്തിന് ശേഷം എനിക്ക് ഒന്ന് ഫുള്ളി ഹ്യൂമറായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണിത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. സാഗറിന് ഈ പണിക്കൊക്കെ ശേഷം വളരെ റോ ആയിട്ടുള്ള ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള വേഷങ്ങളിലായിരിക്കും ഇനി അങ്ങോട്ടേക്ക് എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സാഗറിന് ഒരു സോണുണ്ട്, ഇപ്പം തട്ടിമുട്ടിയിൽ ഉൾപ്പെടെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വൺ ലൈനേഴ്സും കൗണ്ടേഴ്സും ഒക്കെ പറയുന്ന ഒരു ആക്ടർ ഉണ്ട്. അപ്പൊ ആ സൈഡ് കുറേയും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാവുന്ന, അതായത് വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു സാഗറിനെ ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. എന്നെ മാത്രമല്ല, ഇതിലെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഫുള്ള് എല്ലാവരും അങ്ങനെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടാണെങ്കിലും വിജയ് ചേട്ടനായിട്ടാണെങ്കിലും ആണെങ്കിലും അമീനാണെങ്കിലും ശീതളാണെങ്കിലും അപ്പം അങ്ങനെ ഒരുപാട് സ്പേസ് കിട്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സിറ്റുവേഷൻസ് ഓരോ ഡയലോഗ്സ് വരെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. കൂടുതൽ പറയുന്നില്ല. എന്തായാലും ആ ഒരു ഫണ്ണായിട്ടാണ് നമ്മൾ എല്ലാവരും ചെയ്തിരിക്കുന്ന ഓരോ സീക്വൻസും അങ്ങനെ തന്നെ നിങ്ങൾക്കും കാണാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബാക്കി നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി പണം ഇറങ്ങുമ്പോൾ. അതാണ് എൻ്റെ ഒരു റൈറ്റ്. അത് നിങ്ങളെയാണ് വിലയിരുത്തേണ്ട കണ്ടതിന് ശേഷം എന്ന് വേണം പറയാൻ. എനിക്ക് തോന്നുന്നത് രീതിയിലുള്ള സിനിമ ചെയ്യണമെന്ന് തോന്നിയ സിനിമകളുണ്ടോ? ഇനി ഭാവിയിൽ ഏതൊക്കെ സിനിമകളാകും ആ ഒരു ഗണത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? Yeah, I mean, always Malayalam cinema, like, it's personally very inspiring for me. Generally, like Malayalam cinema inspires me a lot, and because it doesn't they break the Malayalam filmmakers. They sort of break the genre boundaries and other things, and then they suddenly explore. And then out of all this, they keep very simple stories. So I always I've seen Malayalam cinema as something. I adore Malayalam cinema. So we would love to be part of like iconic Malayalam films. So always whenever we see some films coming Malayalam, we thought, okay, we should also be part of such films, and then we should be producing. So open for any kind of genre. We are looking forward for really good scripts as such. Yeah.
ഒരു രോമാഞ്ചം പോലത്തെ ഒരു പരിപാടിയാണ് ഒരു ഓജോ ബോർഡ് അങ്ങനത്തെ ഡയറക്ടർ. ഇത് കണ്ടിട്ടാണോ ചോദിച്ചത്? അതൊരു അത് ക്യാരം ബോർഡാണ്. ക്യാരം ബോർഡിൽ ഓജോ ബോർഡ് കളിക്കുന്ന ക്യാരം ബോർഡാണ്. അതൊരു ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള ഒരു റൂമാണ്. അവിടെ ഒരു ക്യാരം ബോർഡ് മാത്രമാണ്. എന്തായാലും അതിപ്പം എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇതൊക്കെ വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ വേണം വിലയിരുത്താൻ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസ് എ ഡയറക്ടർ എന്ന നിലയിൽ എനിക്കത് പറയാൻ പറ്റില്ല. നിങ്ങൾ വേണം ഈ സിനിമയെ വിലയിരുത്താൻ. പ്രേക്ഷകർ അതെ ഓജോ ബോർഡില്ല. അതെ അത് ഞങ്ങൾ കലാകാരല്ലേ. ഓജോ ബോർഡുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി ഇപ്പോൾ അമൽ നീരത്, അൻവർ ഷഹീദ് அந்த மாதிரி ஃபில்ம் மேக்கர்ஸ் படத்துக்கு அப்புறம் சரி முன்னாடி சரி இன்டர்வியூஸ் எல்லாம் கொடுக்க மாட்டாங்க. அப்போ அவரோட படம் ரிலீஸ் ஆகும்போது அது சக்ஸஸ் ஆகிடுச்சுன்னா அவரை பற்றி ஒரு ரைட்டப் போட்டு கீழே நாம பேசக்கூடாது, நம்ம படம் தான் பேசணும்னு ஒரு லைன் வேணும். நீங்கள் எவ்வளோ யோசிச்சிங்க அந்த லைன் எழுதுறதுக்கு? இது ரொம்ப டைம்லெஸ்ஸாக போயிட்டு இருக்கு. இப்போ பேசாத ஒரு டிரெக்டர் ரொம்ப நல்லா ஒர்க் பண்ணாருன்னா அவர்கிட்ட இந்த டேக் லைன் வந்துடும், நாம பேசக்கூடாது, நம்ம படம் தான் பேசணும். எவ்வளோ யோசனை போயிருந்தது அந்த லைனுக்கு? அது அந்த இறைவியில் வரும். அது இறைவி எழுப்போது அந்த அந்த கேரக்டர் லைக் அருள் அப்படின்றது ஒரு ஃபில்ம் மேக்கர். ஸோ அவருக்குள்ளே இருக்கிற மாதிரி எழுப்போ எழுதுனது பர்சனலி ஆல்சோ ஐ ஃபீல் சேம் ஐடியாலஜி லைக். ஏன்னா ஆக்சுவலி இப்போ என்னன்னா படம் எடுக்கிறத விட படத்தை பற்றி பேசுறது ரொம்ப கஷ்டம். ஆக்சுவலி அதை பற்றி பேசுறது பிஃபோர் ரிலீஸ் ஆஃப்டர் ரிலீஸ் பேசுறதுன்றது ஃபார் அ ஃபில்ம் மேக்கர் தட்ஸ் அ ப்ரெஷர். ஸோ பெட்டர் ஐ திங்க் பிகாஸ் எனி திங் லைக் ஒரு ட்ரெய்லர் ரிலீஸ் பண்ணுறோம், படத்தை பற்றின ஒரு சாங்ஸ் வருது. ஸோ அண்ட் ஈவன் ஆஸ் அன் ஆடியன்ஸ் மை செல்ஃப் would love to go watch a film without knowing much about the film because all that excitement should happen in the theater அப்படின்றதான் எக்ஸ்பெக்ட் பண்ணுறது. அதனால இட் கேம் ஃப்ரம் இன்சைட் தட் ஓகே நம்ம பேசக்கூடாது, படம் பேசணும். மலையாள ஃபிலிம்ஸோட ஒரு நியூ வேவ் எடுத்து பார்த்தீங்கன்னா எங்களுக்கு பிக் பீன்னு சொல்லி ஒரு படம் ரிலீஸ் ஆகிடுது. அதுதான் எங்களோட டிரெக்ஷனை கொஞ்சம் மாற்றிடுச்சு. ஸ்டோரி டெல்லிங், காஸ்டியூம்ஸ், அந்த அவுட்லுக் எல்லாமே. உங்களுக்கு இது ரொம்ப புதுசாக இருக்குது, இந்த ரைட்டிங் ரொம்ப புதுசாக இருக்குது, இந்த செட்டிங் ரொம்ப புதுசாக இருக்குது, அப்படி ஃபீலான ஒரு மலையாள படம் இது இன்ட்ரோடக்ஷன் மாதிரி மலையாளம் சினிமா நிறையா பிகாஸ் எனக்கு நான் ஐ ஹவ் பீன் ஒர்க்கிங் வித் லாட் ஆஃப் பீப்புள் ஃப்ரம் திஸ் இண்டஸ்ட்ரி. இப்போ கூட விவேக் அர்ஷன் இஸ் ஹியர். ஸோ ஹி இஸ் மை வெரி க்ளோஸ் ஃப்ரெண்ட் அண்ட் ஹி ஹஸ் பீன் ஒர்க்கிங் வித் டெம். அண்ட் நான் ஃபஸ்ட்டு ஷார்ட் ஃபிலிம்க்கே வந்து சவுண்ட் டிசைன்லாம் வந்து விஷ்ணு கோவிந்த் ஹூ இஸ் டூயிங் லாட் ஆஃப் சவுண்ட் மிக்ஸ் ஃபார் மெனி அதர் ஃபிலிம்ஸ். ஸோ ஐ ஹேவ் லாட் ஆஃப் கனெக்ஷன் வித் வருது அப்படின்றது ஐ கீப் வாட்சிங். ஸோ எனக்கு அங்கமலி டைரிஸ் ஒரு மாதிரி இட் ஜஸ்ட் ஃபெல்ட் ஓகே சடனாக வந்து த வே இட் வாஸ் பிளேஸ்ட், த ஸ்டோரி வேர் இட் வாஸ் பிளேஸ்ட், பட் த ட்ரீட்மெண்ட் ஹவு இட் வாஸ் மேட் அப்படின்றது வந்து எனக்கு there's லாட் ஆஃப் அதர் ஃபிலிம்ஸ். ஈவன் இப்போ கூட ரைஃபிள் கிளப் ஐ லவ் த வே த ஃபில்ம் வாஸ் மேட், ரைஃபிள் கிளப். அண்ட் even Joju's Pani was good. He did an extraordinary, I mean, because appo vandu we were shooting retro, so Joju was there shooting with us and he used to show. So na padam na munadiye paathen before release or a few months back and retro appe vanda I was like scared of this guy, like who is this person and mari like. So I'm seeing like overall the sensibility of cinema is really as I told, it's very inspiring. And even the artist, like the way they perform, like even so that's also like அதெல்லாம் வந்து நான் ரொம்ப பிரமிச்சு பார்க்குற விஷயமா பார்க்குறேன் மலையாளம் சினிமா. ஸோ there is every month or so there is some film from Malayalam industry that makes us wonder like okay எப்படி செமையா பண்றாங்க அப்படின்ற மாதிரி ஃபீல் பண்ணுது. It's good. വിജീഷ് ഇപ്പോൾ കോമഡി എഴുതാനായിട്ടൊരു കാര്യമാണ്. കാരണം ഇപ്പം അമീൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നതിന് ശേഷം ഈ റീൽസിൽ നമുക്കൊരു കോണ്ടെക്സ്റ്റ് വേണ്ട. ഇപ്പോൾ ചിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു തുടക്കമോ അവസാനം വേണ്ട, നമ്മുടെ ഏതെങ്കിലും ഒരു മൊമെന്റിൽ അങ്ങ് ചിരിക്കുകയാണ്. അപ്പം ഇത് സിനിമകളെയും ബാധിക്കുന്നുണ്ട്. തമാശ എഴുതുന്ന സമയത്ത് പണ്ടത്തെ പോലെ ഒരു സീരീസ് ഓഫ് തമാശകളല്ലായിരുന്നു. ഒരു സീനിലെ തമാശയാണ് നമുക്ക്. അത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം, ഇന്നത്തെ ആളുകളായിട്ട് റിലേറ്റ് ആവണം, കുറെ റെസ്പോൺസിബിൾ ആയിരുന്നു തമാശ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു.
ഇപ്പോൾ നദികൃഷ്ണന്റെ മുന്നിൽ ഉൾപ്പെടെ അങ്ങനെ ചെറിയ ചെറിയ വിമർശനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയാണ് ഞാൻ ഈ ചോദ്യം പ്ലേസ് ചെയ്യുന്നത്. പ്രകമ്പനത്തിന് തമാശ ഉണ്ടാക്കുക അല്ലെങ്കിൽ തമാശയിൽ കഥ പറയുക അത് ഡിഫിക്കൽട്ട് ആയിരുന്നു? ഒരിക്കലും അല്ല. കാരണം പ്രകമ്പനത്തിൽ തമാശക്ക് വേണ്ടി ഒന്നും എഴുതിയില്ല എന്നാണ് സത്യം. അത് ഞാൻ എൻ്റെ റൈറ്റർ ശ്രീഹരി പഠനം ഞങ്ങൾ എഴുതിയ സമയത്ത് സിറ്റുവേഷനിലാണ് എപ്പോഴും നമ്മൾ മുൻതൂക്കം കൊടുക്കുക. അവിടെ നടക്കുന്ന ആ സിറ്റുവേഷണൽ കോമഡിയിലാണ് പോയിട്ടുള്ളത് എല്ലാ പരിപാടിയും. സിനിമ കോമഡിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നാണ് സത്യം. Karthik sir, Malayalam films are now both artistic and commercially strong. Empuran collected over 200 crores, Tudarum collected over 200 crores. Even a low budget movie like Premalu grossed over 150 crores. So, how do you see the commercial future of Malayalam cinema as a director and as a producer? It's very good, no? It's very good when films are collecting well. Films like even I think Lals has Tudarum also collected very well, and concepts like Loka, which is like some creating a universe and very exciting. So it's very good for the industry as such. The whole for the entire, like if you consider cinema industry as one, like Indian film industry as such, I think Malayalam industry is contributing very much for the cinema industry as an art, work of art also, and commercially also, which is very good. Thank you. So, இந்த ஃபேன் பாய் சம்பவம் அது கோயினேஜாவே வந்தது. இப்போ எப்படி சார் ஒரு ஃபேன் பாய் படத்தை நீங்கள் டிஃபைன் பண்ணுவீங்க? இப்போ அதுக்கப்புறம் நிறைய ஃபேன் பாய் படங்கள், அவரோட முந்தான படங்களோட ரெஃபரன்சஸ், டயலாக்ஸ், சீன்ஸ் அதெல்லாம் ரீக்ரியேட் பண்ணுறது தான் ஃபேன் பாய் படங்கள்னு நினச்சிருக்கீங்க. இப்போ பேட்டர் அப்போ உங்களோட அந்த லாஸ்ட்டு ஸ்க்ரீன் பிளே நீங்கள் எல்லாரையும் டிச் பண்ணுவீங்கல்ல, இது 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 அந்த ஜானர் இல்லை சொல்லி ஒரு விஷயம் பண்ணுவீங்கல்ல, அது பேட்டையில் இருக்கும். அப்போ எப்படி ஒரு ஃபேன் பாய் படத்தை யோசிக்கணும், அதை கொண்டு வரணும் ஸ்க்ரீனுக்கு? நீ உங்களோட டெஃபினேஷன் என்ன சார்? இப்படி ஒரு டெஃபினேஷன் நான் கொடுக்கவே இல்லை எனக்கு. பிகாஸ் ஐ ஜஸ்ட் லவ் ரஜினி சார் அண்ட் ஐ எம் வெரி பிக் ஃபேன் ஆஃப் ஹிம். அதனால ஐ எம் அ ஃபில்ம் மேக்கர் அஸ் வெல். ஸோ அதனால ஃபேன் பாய் வென் இஸ் டூயிங் அ ஃபில்ம் ஐ திங்க் இட்ஸ் கால்ட் ஃபேன் பாய். பட் அதுக்கு I don't see any rules of doing it, because it has to be obviously for any star film or without stars, with stars. I think the script has to be good, and if it is good, I think, and the film connects to the audience, I think it will be a good fan boy cinema also. മലയാള സിനിമയിൽ നിന്ന് തമിഴ് സിനിമ എന്ത് പഠിക്കണം എന്നാണ് തോന്നുന്നത്? I can't tell about the whole industry as a me, like personally as a filmmaker, I would love to learn the simplicity in the art from Malayalam films. That's what I want, because I've seen a lot of Malayalam films which creates the drama, creates an impact, creates an emotion with a simple setup and short divisions, and focusing more on the performances. So that kind of technicalities I would like. I am learning from Malayalam cinema, so I wouldn't say that entire Tamil cinema should learn, because there are a lot of people that they are doing that also. But I somehow see that the simple treatment of telling big stories, that I think I am personally learning from them. Ganapathi direct ചെയ്യാൻ പോകുന്നു, അർജുന അശോകനെ ലീഡാക്കി വെച്ചിട്ട് ഈ വർഷം ഒരു പ്രൊജക്ട് ഓൺ ആക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ, അങ്ങനെ ഡയറക്ഷൻ പ്ലാൻസ് ഉണ്ടോ? സത്യമാണ്? അതൊരു റൂമറാണ്, ആക്ച്വലി റൂമറാണ്. ഡയറക്ഷൻ പ്ലാൻ ഇപ്പം ഇല്ല, എന്തായാലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആക്ച്വലി ഒരു ലൈക്ക് നമുക്ക് പഠിച്ചു വരുന്നേ ഉള്ളൂ അതിലൂടെ. നമുക്ക് പ്രധാന ഡയറക്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രൊഡ്യൂസർ കണക്ഷൻ ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല സിനിമ. അപ്പോൾ അത് അവരെ കൂടെ നിന്ന് പഠിച്ച് സമയമെടുത്ത് എപ്പോഴെങ്കിലും ചെയ്യാം എന്നൊരു ആഗ്രഹമുണ്ട്. ബ്രദറിന്റെ പുതിയ സിനിമയെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? ബാലു എന്നാണ് സിനിമയുടെ ടൈറ്റിൽ. എല്ലാം പുതുമുഖങ്ങളാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. മുമ്പ് ചെയ്ത സിനിമകളിൽ നിന്നും വളരെ വേറിട്ടൊരു സിനിമയായിരിക്കും ബാലു. அனௌன்ஸ்மெண்ட் கொடுத்துருக்கீங்க, அதோட அது எப்படி, அது எப்போ வரும், அதோட ஸ்டேட்டஸ் என்ன? I'm editing that thing. I'm also finding a way to release it well.
வேறு எங்கே ரிலீஸ் பண்ணுறதுன்றது இல்லை. லைக் வந்து அது நெட்ஃப்ளிக்ஸ்லேயே பண்ணணுமா இல்லை வந்து வாட் இஸ் அவென்யூ வி கேன் ரிலீஸ்ன்றது ஐ திங்க் ப்ரொடியூசர்ஸ் 2D and independent they are trying to figure out a way. But I am just working on, I'm editing it parallelly. Alphonse is editing that series, so I'm hoping that some way I could show that to the audience. I was like reuniting with Alphonse, yourself, Rajesh Murugesh. How is that old team getting to the feeling? Yeah, I mean after short film time on someone, I mean Alphonse is like very close friend, and I think in retro time only again I met Alphonse, and then he edited the trailer, and after that I've been like working with him, trying to work with him. So it's a great friends working together. He has acted superbly in a Malayalam film. I mean, it's a bilingual called Balti. Have you seen it? No. I just saw the clipping of his character directly. It was really good, and he's a good actor actually. Right from days, he's a good actor. സിനിമ வந்து சும்மா கிம்மிக்ஸ் மட்டும் இல்லாத அதுக்குள்ள ஒரு ஸ்டோரி இருக்கணும், அதுக்குள்ள ஒரு சோல் இருக்கணும், அதுக்குள்ள சொசைட்டிக்கு கொடுக்கறதுக்கு ஏதாவது ஒரு மெசேஜ் இருக்கணும். மாரி செல்வராஜ் படம் அந்த மாதிரி தான் இருக்கு. உள்ள படமும் ரொம்ப நல்லா இருக்கு. அந்த ஆடியன்ஸ் தியேட்டர்ல பார்க்கும்போது எழுந்து விசில் அடிக்கிறதா அந்த மாதிரி ஒரு ஃபீலிங் இருக்கு. அப்போ உங்களோட பெர்ஸ்பெக்டிவ்ல சினிமா எப்படி இருக்கணும், അല്ലെങ്കിൽ ஒரு just about not about color and gimmicks, what is your perspective in cinema? For me personally, I mean, I can't generalize anything. For me personally, cinema is like technically telling a story which moved me, and then trying to make audience also to get moved with the story. And that story can be anything. It can be a story with the social message or without social message. It can be as entertaining, like it can be just entertaining. So cinema, you can't define the role and tell this how it is cinema and all that, because it's very personal to every filmmaker how they see cinema. For me personally, like I have some stories to tell, and I'm using good technicalities and technicians and actors to tell that story, and hopefully convey the same way I perceive the story to the audience also.